കൗസു, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? നമുക്കൊന്നും സുഖമുണ്ടേ. എനിക്കിപ്പോ സുഖത്തിന് കുറവൊന്നുമില്ല. എനിക്കും കൂടി സുഖമുണ്ട് കൗസു. ഞാനിപ്പോ പോവും. ഇവിടെ വെച്ചുള്ള മേത്തോട്ടുള്ള കളിയെ വല്ലവരും കാണും. അതിന് ഞാനും പറയണേ. ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഇന്നൊന്നും വേണ്ട. പിന്നെ എന്നാ? എത്ര ദിവസമായി നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കണേ? തനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. കൗസല്യേ, എന്താ കൗസലിക്ക് എടുത്ത് വെച്ചേക്കണേ? വല്യമ്മ വിളിക്കണു. ഇവിടെ ചാണൊന്നും മാറണ്ടേ? ചാണം വാരിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ആള് ശരിയല്ല, ഒരു പൊളച്ചിലൊക്കെ കൂടിയുണ്ട്. എന്റെ അടുത്ത് കളിക്കണ പോലെ ആ കുട്ടി എടുത്ത് കളിച്ചാലേ. പിന്നെ ഞാനൊക്കെ തൊടുമ്പോഴല്ലേ ഈ ചവിട്ടും തൊഴിയും. എവിടെങ്കിലും ചെന്ന് പെടും. ഉണ്ണിയല്ലേ വരണേ. എന്തിനാ വെറുതെ ഈ കിട്ടാക്കൊതി? അപ്പൊ നമ്മുടെ കാര്യം രക്ഷയില്ല അല്ലേ? കുട്ടി ചാണാൻ മാറില്ല കഴിഞ്ഞോ? എന്താ തനിക്ക് തിന്നണോ? മാറിക്ക് പൈസ. എന്തോരം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടേ? ആ വ്യസനത്തിന്റെ തെങ്ങമ്മ കയറി എന്നുള്ള അവന്റെ സിനിമ കാണല് നിർത്തും ഞാൻ. അന്തോണിച്ചേട്ടൻ നീ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ലില്ലിക്കുട്ടിയോട് ചെയ്യാൻ പറയണം. പിള്ളേരെ എന്തെങ്കിലും പണിയെടുത്ത് പഠിപ്പിച്ചില്ലെങ്കിലേ ചീത്തയായി പോയി. സ്നേഹമുള്ളതുകൊണ്ട് പറയാട്ടോ. ഇതൊക്കെ ഇപ്പോ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. അന്തോണിച്ചേട്ടന് ഈ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് കരുതിയ ലില്ലിക്കുട്ടിയുള്ള നേരം നോക്കി ഞാനിവിടെ കറക്കാൻ വരണത്. ചാണകം മാരാനും പിടിക്കാനും ഒരാളുണ്ടാവില്ലോ. ലില്ലിക്കുട്ടി വരണമെന്ന് നീ നോക്കണ്ട. നിനക്ക് കുറച്ചുകൂടി നേരത്തെ വന്ന് കറന്നു വന്നൂടെ? ചേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ആ പുഷ്പാങ്കനം ചെത്താൻ വരണത് എപ്പോഴാണെന്ന് നോക്കിയിട്ടുണ്ടോ? ലില്ലിക്കുട്ടി കുളിക്കാൻ കയറുമ്പോ അവൻ തെങ്ങുമ്പോ കയറും. നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേ അവന്മാര് കിടന്ന് കളിക്കാന്ന് പറയണതേ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. എടാ, പശു ചൊര വലിക്കണം, നീ കറന്നേ. അല്ലെങ്കിൽ ഈ മാപ്പിളക്ക് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ.